റേഷൻ വ്യാപാരികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണെന്നല്ലേ നിർദ്ദേശം? എല്ലാവർക്കും നല്ല റേഷൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം. അതല്ലേ അല്ല നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രി അനിൽകുമാറിന്റെയും ഫോട്ടോ പതിച്ച് വേണം. ഫോട്ടോ പതിച്ച എന്താ വേണ്ടത്? പോസ്റ്റർ അവിടെ വെച്ചിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി അതിന്റെ ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതിപ്പോ ഈ നിർദ്ദേശം വളരെ സന്തോഷകരമായ നിർദ്ദേശമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഒരു സെൽഫി പോയിന്റ് വേണം ഓരോ റേഷൻ കടയുടെ അടുത്തും. റേഷൻ കൊടുക്കുന്ന സഞ്ചിയിൽ അദ്ദേഹത്തിന്റെ തിരുമുഖം ആലേഖനം ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ അതിന്റെ മറു സൈഡ് പ്രധാനമന്ത്രി അങ്ങനെയെങ്കിൽ മുഖ്യൻ ഇങ്ങനെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ എനിക്ക് ഒരു സംശയമുള്ളത്, ഈ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ കുടുംബ സ്വത്താണോ റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. 1947 നാം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ ഭക്ഷ്യോൽപാദനം? 1947 എത്ര ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ 1950 50.8 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. അതിനുശേഷം ജവഹർലാൽ നെഹ്റു തൊട്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നു. നോക്കൂ, നമ്മള് 1969 അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. സ്ത്രീ ശാക്തീകരണമല്ലായേ ഞാൻ പറയുന്നത്. ആ പാവം ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് പറയുന്നത്. അവർ ചെയ്ത ദൂഷ്യ കാര്യങ്ങൾ എല്ലാവരും പൊക്കി പറയും, നല്ല കാര്യങ്ങൾ ആരും മിണ്ടില്ല. അതുകൊണ്ടാണ് ഈ നല്ല കാര്യം ഞാൻ പറയുന്നത്. 1969 അവര് 14 പ്രധാനപ്പെട്ട കമേഴ്ഷ്യൽ ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ കാർഷിക മേഖലയിലോ നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലോ വായ്പ കൊടുക്കുന്ന ഒറ്റ കമേഴ്ഷ്യൽ ബാങ്ക് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. കമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ വലിയ വ്യവസായികൾക്ക് മാത്രമായിരുന്നു വായ്പ കൊടുത്തിരുന്നത്. ആ ദുസ്ഥിതിക്ക് മാറ്റം വരുത്താൻ കർഷകരെയും നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭകരെയും ബാങ്കുകൾ ചേർത്ത് നിർത്തി അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അങ്ങനെ തൊഴിൽ സൃഷ്ടിക്കാൻ, അങ്ങനെ കാർഷിക മേഖലയെ വളർത്താൻ, അതിനു വേണ്ടിയാണ് 1969 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്. അത് തീർന്നില്ല. 14 ബാങ്കുകളെ അന്ന് ദേശസാൽക്കരിച്ചു. അതിനുശേഷം അതുപോലെ പ്രഗത്ഭരായ വേറെ 6 ബാങ്കുകളെ കൂടി 1980 അവർ ദേശസാൽക്കരിച്ചു. ആ ദേശസാൽക്കരണത്തിന്റെ ഫലമായിരുന്നു അത്. ദേശസാൽക്കരിക്കുക മാത്രമല്ല, ഒരു പ്രത്യേക ബാങ്കിങ് നിയമം കൊണ്ടുവന്നു. എന്തായിരുന്നു ആ നിയമം? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടറിന് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ പലിശ കൊടുക്കുക. ഏതാണ് ഈ പ്രയോറിറ്റി സെക്ടർ? കാർഷിക മേഖല, നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായ മേഖല. ഈ 4 മേഖലകളായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ലിസ്റ്റിലെ പ്രയോറിറ്റി സെക്ടറുകൾ. ഈ 4 പ്രയോറിറ്റി സെക്ടറുകൾക്ക് വായ്പ കൊടുത്തു. ഇനി 1965-66 കാലഘട്ടത്തിൽ ഇവിടെ വലിയ ക്ഷാമമായിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ ക്ഷാമ കാലഘട്ടത്തിൽ ആ ക്ഷാമത്തെ തരണം ചെയ്യാൻ എല്ലായ്പ്പോഴും ക്ഷാമം നേരിടുമ്പോൾ ഇന്ത്യ പോയിരുന്നത് US-ലേക്കാണ്. US-ന്റെ പബ്ലിക് ലോ 480 അനുസരിച്ച് ഇഷ്ടം പോലെ ഭക്ഷ്യധാന്യങ്ങളും മെയ്സ് പോലെയുള്ള ധാന്യപ്പൊടികളും നമുക്ക് തരുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ പട്ടിണി കൂടാതെ മുന്നേറിക്കൊണ്ടിരുന്നത്. 1966 നമുക്ക് സാധാരണ കിട്ടുന്നത് പോലെയുള്ള എല്ലാം കിട്ടി അവിടെ നിന്ന്. അത് കഴിഞ്ഞ് അത് തികയുന്നില്ല, അത്ര വലിയ പട്ടിണി സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. അപ്പം ശ്രീമതി ഇന്ദിരാഗാന്ധി ലിൻഡൻ ബി ജോൺസണോട് കൂടുതൽ ധാന്യം ആവശ്യപ്പെട്ടു. അപ്പോൾ ലിൻഡൻ ബി ജോൺസൺ കുറെ കണ്ടീഷൻസ് വെച്ചു. ആ കണ്ടീഷൻസ് ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി, അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽസിലേക്ക് വേണമെങ്കിൽ പോകാം, കാരണം നിങ്ങളൊക്കെ അത് അറിയേണ്ടതാണ്. ഇന്ത്യയുടെ കറൻസി 36.6% ഡിവാല്യൂ ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസി, ഡോളറും ഇന്ത്യയും തമ്മിലുള്ള
വ്യാപാരം എങ്ങനെയായിരുന്നു എന്നറിയാമോ? ₹1 ഈസ് ഈക്വൽ ടു $1 1947. ആ ₹1 ഈസ് ഈക്വൽ ടു $1 എന്നിരുന്നതാണ് 36.6 ഈസ് ഈക്വൽ ടു $1 എന്ന തരത്തിലേക്ക് ഡീവാല്യൂ ചെയ്യേണ്ടി വന്ന 1966. അത്ര ഭീകരമായിരുന്നു ക്ഷാമാന്തരീക്ഷം. പക്ഷേ ലിൻഡൻ ബി ജോൺസൺ കറൻസി ഡീവാല്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടി പറഞ്ഞു. വൈ ഡോണ്ട് യു ഗോ ഫോർ ഗ്രീൻ റെവല്യൂഷൻ? നിങ്ങൾ എന്തുകൊണ്ട് ഹരിത വിപ്ലവത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നില്ല? അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്ദിരാഗാന്ധി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടു കൂടി പിന്നെ അതായത് നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത നോർമൻ ബോർലോഗ് പിൽക്കാലത്ത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വാങ്ങിയ സയന്റിസ്റ്റ് ആയിരുന്നു, കാർഷിക വികസന സയന്റിസ്റ്റ് ആയിരുന്നു. സമാധാനത്തിനുള്ള പിന്നെ നോബൽ പ്രൈസാണ് അദ്ദേഹത്തിന് കൊടുത്തത്. കാരണം ലോകത്ത് ഹരിത വിപ്ലവം കൊണ്ടുവന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് പട്ടിണി അകറ്റി. അങ്ങനെയാണ് ലോക സമാധാനം അദ്ദേഹം വീണ്ടെടുത്തത്. അതിനാണ് ലോക സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നോർമൻ ബോർലോഗിന് കൊടുത്തത്. ആ നോർമൻ ബോർലോഗും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ശാസ്ത്രജ്ഞരും ഹൈ ഈൽഡിംഗ് വെറൈറ്റി വിത്തുകളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ചത്. അങ്ങനെ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ച് ഹരിത വിപ്ലവത്തെ നാഷണലൈസേഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെ പോറ്റി വളർത്തിയ മിസ്സിസ് ഗാന്ധി. ആ മിസ്സിസ് ഗാന്ധി ഒരിക്കലും പറഞ്ഞിട്ടില്ല റേഷൻ കടയിൽ നിന്ന്. എന്നിട്ട് റേഷൻ കട തുടങ്ങിയതാരാ? 1966 ആ വലിയ പട്ടിണി കാലത്താണ് ഇന്ത്യയിൽ റേഷൻ കടകളുടെയും റേഷൻ ഉൽപ്പന്നങ്ങളുടെയും ആരംഭം തന്നെ. അതും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോഴും ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞില്ല എൻ്റെ മുഖം അത് സഞ്ചിയിൽ പിന്നെ പതിപ്പിക്കണം, എൻ്റെ സെൽഫി പോയിന്റ് അവിടെ വേണമെന്ന്. അത്ര മ്ലേച്ഛമാണ് ഇപ്പോഴത്തുള്ള ഭരണാധികാരികളുടെ മനോവികാരം. അതുകൊണ്ടാണ് ഈ തരത്തിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 1950-51 50.8 ദശലക്ഷം ടണ്ണായിരുന്നു ഭക്ഷ്യോൽപാദനം എന്ന് പറഞ്ഞ അരി മാത്രമല്ല, അരി, ഗോതമ്പ്, അങ്ങനെ എല്ലാ ഭക്ഷ്യവിളകളും കൂടിയാണ് 50.8 ദശലക്ഷം ടൺ. 2014-15 നരേന്ദ്രമോദി ഭരണത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് 300 ദശലക്ഷം ടണ്ണായിട്ട് വളർന്നിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 330.5 ദശലക്ഷം ടണ്ണായിട്ട് മാത്രമേ അത് വളർന്നിട്ടുള്ളൂ. കാരണം ഈ 10 വർഷം കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ ആകെ ഉണ്ടായ വർധനവ് 30.5 ദശലക്ഷം ടൺ മാത്രമാണ്. എന്നിട്ടാണ് നരേന്ദ്രമോദി പറയുന്നത് എനിക്ക് ഓരോ റേഷൻ കടയുടെ അടുക്കലും ഒരു പിന്നെ എന്താണ് പറയുക സെൽഫി പോയിന്റ് വേണം, എൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ട് വേണം റേഷൻ സാധനങ്ങൾ സഞ്ചിയിൽ പൊതിഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ. എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എങ്ങനെയാ ഇതൊക്കെ വിമർശിക്കേണ്ടത്, എങ്ങനെയാ ഇതൊക്കെ നോക്കിക്കാണേണ്ടത്, എങ്ങനെയാ ഇവരെയൊക്കെ ആദരിക്കേണ്ടത്? ഇവരൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിമാരായി വന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപം. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്ക് കിട്ടിയ ശാപമാണ് ഇവരൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഈ മിസ്സിസ് ഗാന്ധി മാത്രമല്ല, അതിനുശേഷം വന്ന പ്രധാനമന്ത്രിമാരൊക്കെ കാർഷിക മേഖലയിലൂടെ സ്വയം പര്യാപ്തത, അതായത് പട്ടിണി രഹിത ഇന്ത്യ എന്ന മുദ്രാവാക്യത്തോട്, ഗരീബി ഹട്ടാവോ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല, അതായത് ദാരിദ്ര്യ ഉച്ചാടനം, അതായിരുന്നു മിസ്സിസ് ഗാന്ധി ഈ ബാങ്ക് നാഷണലൈസേഷന് ശേഷം കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം തന്നെ ഗരീബി ഹട്ടാവോ എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി ഇതുപോലെ ഉൽപാദനം വർദ്ധിപ്പിച്ച് കുറെ പ്രധാനമന്ത്രിമാരെ നാം കണ്ടു കഴിഞ്ഞു. അവരാരും ആവശ്യപ്പെടാത്ത ആവശ്യമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ നേർ വിപരീതമാണ്. നമ്മൾ എപ്പോഴും എ ടീം ബി ടീം എന്നാണ്. നരേന്ദ്രമോദി രണ്ടുപേരും ഏകാധിപത്യ സ്വഭാവമുള്ളവരാണ്. രണ്ടുപേരും അവരിലേക്ക് മാത്രം നോക്കുന്നവരാണ്. രണ്ടുപേരും മറ്റാരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവരോ നോക്കുന്നവരോ അല്ല. പക്ഷേ ഉച്ചായിസ്ഥിരം പ്രസംഗിക്കുന്നത് മുഴുവനും ഞങ്ങൾ സർവ്വലോക ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. പക്ഷെ പ്രവർത്തനം നേരെ വിപരീതമാണ് എന്ന് ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം 142,86,00,000 ജനങ്ങളുള്ള ഒന്നാമത്തെ വലിയ ലോക ജനതയായ ഇന്ത്യയിൽ ഈ 30 ദശലക്ഷം ടൺ മാത്രം ഭക്ഷ്യോൽപാദനത്തിൽ വർധനവാണ് മോദി കാലം കൊണ്ടുവന്നത്. അപ്പൊ അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നിട്ടും ഇത്ര മോശമായ രീതിയിൽ, ഇത്ര മ്ലേച്ഛമായ രീതിയിൽ സ്വയംകൃത രൂപം സൃഷ്ടിച്ചെടുക്കുന്ന
ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്ന നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു എന്താ പറയുക, ഒരു ആത്മാവിഷ്കാരമാണെന്നോ അല്ലെങ്കിൽ ഒരു നല്ല സങ്കല്പമാണെന്നോ പോലും വിചാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് മിസ്റ്റർ പിണറായി വിജയനെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിയും അവരുടെ കുടുംബസ്വത്തായി കൊണ്ടുവന്നതല്ല. അതും ഇവിടുത്തെ കൃഷിയുടെ കാര്യം പറഞ്ഞാലോ, 1975-76 8,76,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന ഈ കേരളത്തിൽ ഇപ്പോ 1,93,000 ഹെക്ടറിലെ നെൽകൃഷിയുള്ളൂ. ഇതൊക്കെ ഈ ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അങ്ങനെ പറയുന്നത്. ഉൽപാദനമോ അന്ന് 13.5 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചെടുത്ത് ഇപ്പൊ 5.5 ലക്ഷം ടൺ അരിയേ ഉള്ളൂ. എന്നിട്ടാണ് കെ റൈസിന് എവിടെ പോണം? ഇവരുടെ കൂട്ടത്തിലെ ഒരു മന്ത്രി പറഞ്ഞതുപോലെ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ പോണം കെ റൈസ് കൊണ്ടുവരണേ. എന്നിട്ട് കെ റൈസ് ആണെന്നും പറഞ്ഞ് പാക്കറ്റിലാക്കി ഇവരുടെയൊക്കെ തിരുമുഖങ്ങളൊക്കെ ചാർത്തി ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കണം കർഷകർക്ക്, അല്ലെങ്കിൽ ഈ റേഷൻ വാങ്ങിക്കുന്നവർക്ക്. അവർ ആ ഭാരവും കൂടി വഹിക്കട്ടെ. കാരണം ഇവരുടെയൊക്കെ തിരുമുഖം വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാരമായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഈ പിന്നെ റേഷൻ വ്യാപാര മേഖലയെ സ്വന്തമാക്കി മാറ്റുന്ന, സ്വന്തം കുടുംബസ്വത്താക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അങ്ങേയറ്റം ശ്ലാഘനീയമല്ല, മറിച്ച് അങ്ങേയറ്റം നീചമാണ്, അപലപിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും ഇതിന് ഇവിടുത്തെ ജനത കൂട്ടുനിൽക്കരുത് എന്ന് മാത്രവുമല്ല, ഒട്ടും വൈകാതെ മറുപടി കൊടുക്കുകയും വേണം.